ഞാൻ കുളിച്ചു കഴിഞ്ഞാലേ ഹെയർ ഡ്രയർ വേണം. ഹെയർ ഡ്രയറാ? എന്റെ അമ്മേ, നീ വലിയ ടീനേജർ ആയല്ലപ്പാ. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ദർശു. ക്ലാസ്സിൽ പോയി തുടങ്ങിയാലേ എന്താ ഉദ്ദേശിക്കുന്നേ? ഗ്ലാമർ ആവോ? ഗ്ലാമർ ആവും. എന്റെടാ താടി ഉണ്ട്. താടി വന്നാണ് പോയായി, അതാണ് താടിയൊക്കെ വരുന്നത്. മനസ്സിലായ? ചെറിയ കുട്ടി, ചെറിയ കുട്ടിയൊക്കെ കഴിഞ്ഞു, ഇനി ബിഗായി. താടിയില്ല. ചെറിയ കുട്ടികൾക്ക് താടിയൊന്നും ഉണ്ടാവില്ല, വലിയ കുട്ടികൾക്ക് താടി വരും. അപ്പൊ നമുക്ക് മുടി വെട്ടാൻ പോവാം. ഓക്കെ ഓക്കെ. റെഡിയാവോ? റെഡിയായാ? ഓക്കെ, എന്നാ പോവാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ദർശുവിനെ സ്കൂളിൽ പോകുന്നതിനേക്കാൾ മുന്നേ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞങ്ങൾ എങ്ങനെയാണ് റെഡി ആവുന്നത് എന്നുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അത്. ഇപ്പോൾ സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും ഒരു ഹെയർ കട്ട് നിർബന്ധമാണ്. ദർശുവിൻ്റെ മുടിയൊക്കെ ഒന്ന് വല്ലാതെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹെയർ കട്ടിന് പോവാണ്. ഞങ്ങളെപ്പോലുള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ള പാരൻസിന് അറിയാം, ഞാനിതിപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്, പക്ഷേ ഒരു കാലത്ത് ഒരിക്കലും സിമ്പിളല്ലാത്ത ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു ദർശുവിൻ്റെ ഒരു ഹെയർ കട്ട് എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് വൈമാളിലാണ്. അപ്പോൾ 1-2 തവണയൊക്കെ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ പല പല സ്ഥലങ്ങൾ മാറ്റി മാറ്റി വെട്ടിക്കാറുമുണ്ട്. എന്നാലും ഇതൊരു ഇപ്പോൾ കുറച്ചും കൂടി ഒരു കംഫർട്ട് സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ദർശു വളരെ ശാന്തമായിട്ടിരുന്ന് ഹെയർ വാഷ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് മെമ്മറീസിലോട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ മുന്നേ ദുബായിലായിരുന്ന സമയത്ത് ദർശുവിൻ്റെ ഒരു ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു നൈറ്റ് മെയർ ആയിരുന്നു. കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ള ദിവസങ്ങളിൽ ഒന്നായി മാറും അത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവൻ്റെ ഹെയർ കട്ട്സ് ചെയ്യാറുള്ളത്. ആദ്യം നമ്മളിങ്ങനെ കുട്ടികൾക്ക് കളിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവനെ ഹെയർ കട്ട് ചെയ്യിച്ച് അവൻ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് കൊണ്ടുപോയിരുന്നു. പക്ഷേ അവിടെ ഒന്നും അവനെ വെട്ടിക്കാൻ പറ്റാതെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ റിജക്ഷൻസ് ഫേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു മലയാളി ചേട്ടനെ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ദൂരെയാണെങ്കിലും കുഴപ്പമില്ല, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുറച്ചെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാവും. അവൻ ഇത്തിരി വാശി പിടിച്ച് കഴിഞ്ഞാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിത്തരും എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അതും നമുക്ക് കൊണ്ടുപോകലൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ലേറ്റർ ഓൺ ഞങ്ങൾ തന്നെ വെട്ടുന്ന ഒരു രീതിയിലോട്ടെത്തി. അപ്പോൾ പല ദിവസങ്ങളിലായിട്ടായിരിക്കും ചിലപ്പോൾ അവൻ്റെ ഹെയർ കട്ട്സ് നമ്മൾ ചെയ്തെടുക്കാറുള്ളത്. ഞാനിങ്ങനെ അവനെ നിർബന്ധിതമായിട്ട് പിടിച്ചിരുത്തും. ഹസ്ബൻഡ് എങ്ങനെയൊക്കെയോ ട്രിമ്മർ വെച്ചിട്ട് എങ്ങനെ വെട്ടിക്കളയും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവൻ അപ്പോഴത്തേനും ഭയങ്കര വാശി പിടിച്ച് അലമുറയിട്ട് കരഞ്ഞ് ബഹളമായിരിക്കും. പക്ഷേ അന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അത് അവൻ്റെ ഒരു സെൻസറി ഇഷ്യൂ ആണ്. അവൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാവുന്നതെന്നൊന്നും യാതൊരുവിധ ധാരണയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ്റെ വാശിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും ചെയ്യുന്നത്. അപ്പം നമ്മൾക്കും ദേഷ്യം വരും അങ്ങനത്തെ സമയത്ത്. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് അവൻ്റെ ഡയഗ്നോസിസിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സെൻസറി ഇഷ്യൂസാണ്, ഇത് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. അതൊക്കെ അറിയുന്ന നിമിഷത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കി പറയാനും സാധിക്കുമായിരുന്നില്ല. നമ്മളാണെങ്കിൽ അത് അറിഞ്ഞതുമില്ല. ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗാണ് എന്നെ സംബന്ധിച്ച്. ഇന്നിപ്പം അവൻ്റെ ഓരോ ഹെയർ കട്ട്സിന് പോകുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് അവൻ്റെ അടുത്ത് ഒരു സോറി പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോകാറുള്ളത്. ഹെയർ കട്ട് മാത്രമല്ല, ഇപ്പോൾ അവൻ്റെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, മുഖത്തേക്ക് തലയിൽ ഷാമ്പു ചെയ്യൽ, അതുപോലെ മുഖത്തേക്ക് വെള്ളം വരൽ, സോപ്പ് വരൽ, അതൊക്കെ അവന് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അവൻ അതിനൊക്കെ വാശി പിടിച്ച് കരയുന്ന ഒരു കുട്ടിയായിരുന്നു. ഇന്നിപ്പോൾ അവൻ വളരെ ശാന്തനായിട്ട്, അത് ഞാൻ പോലും അല്ല ചെയ്യുന്നത്, മറ്റൊരാളാണ് ചെയ്യുന്നത്, അവനറിയാത്ത ഒരാളാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടി എത്ര ശാന്തമായി അവൻ ഇരുന്നത് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു റിലാക്സ്ഡ് ഫീലാണ് എനിക്ക് തോന്നുന്നത്. അവൻ എവിടെ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനേക്കാൾ വിഷമം തോന്നുന്നത് എനിക്കാണ്. കാരണം അന്ന് അവൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് പോലും അവന് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതൊട്ട് മനസ്സിലാക്കാൻ നമുക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹെയർ കട്ടിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഹെയർ ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവൻ പാനിക്കാവും. സിസേഴ്സ് പോലും എടുത്ത് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരം അവൻ തന്നിരുന്നില്ല. അന്നത്തെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഹെയർ സ്റ്റൈലൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് വെട്ടി തീർക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഒരു അജണ്ടയിൽ പോലും ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും വെട്ടി കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പാച്ചസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പിന്നീട് അത് നമുക്ക് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വർഷം അവൻ അങ്ങനെ കടന്നുപോയി. പിന്നീട് നാട്ടിൽ വന്നിട്ട് ഇവിടെ അടുത്തുള്ളൊരു ബാർബർ ചേട്ടൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ മുടി വെട്ടിയിരുന്നത്. അവൻ മാമൻ എന്നാണ് വിളിക്കാറുള്ളത്. ആ മാമൻ്റെ കടയിൽ പോയിട്ടാണ് മുടി വെട്ടാറുള്ളത്. ആദ്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും അവൻ തലതിരിക്കലും എണീക്കലും നടക്കലും വാശി പിടിക്കലും പകുതി വെട്ടി വന്നിട്ട് പിന്നീട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വെട്ടാൻ പോകൽ, അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. പിന്നെ സ്ലോലി അവൻ്റെ ആ സിറ്റിംഗ് ടോളറൻസ് ഇൻക്രീസായി, അവൻ്റെ ആ ഒരു സെൻസറി ഇഷ്യൂസ് കുറഞ്ഞു വന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു 2 മാസത്തേക്ക് വെട്ടണ്ട, സമാധാനം ഉണ്ടല്ലോ 1 മാസമെങ്കിലും എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അങ്ങനെയല്ല,
നമ്മൾ സ്ലോലി അവൻ അതിനോട് യൂസ്ഡ് ആക്കണം എന്നൊരു ഇൻറ്റൻഷനിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും അതൊക്കെ ഇപ്പോഴും ഫ്രൂട്ട്ഫുള്ളായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അവൻ കഴുത്തിൽ ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് അവരൊരു ടവൽ ഇടുമ്പോൾ മുതൽ അവൻ അതങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവന് കഴുത്തിൽ എന്തെങ്കിലും ഇങ്ങനെ വരുന്നത് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. ഈവൻ കഴുത്തിൽ നമ്മൾ ചന്ദനത്തിൻ്റെ തൊടുന്നത് പോലും അവന് അത് ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴൊക്കെ അവൻ സമ്മതിക്കുന്നല്ലാതെ മോസ്റ്റ് ഓഫ് ദ ടൈം അവൻ അതിന് അനുവദിക്കാറില്ല. അതുപോലെ തന്നെ ഷർട്ട് ഡ്രസ്സസ് ഇടാനായിട്ട് അവനൊട്ടും കംഫർട്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴാണ് അവൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു റിലാക്സിങ് ടെക്നിക്കോ ആണ് ഈ കൈ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ത്രൂ ഔട്ട് ദ ഹെയർ കട്ട് അവൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് അവനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. സോ ഞാനത് ഒരിക്കലും കറക്റ്റ് ചെയ്യാനോ അത് മാറ്റാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ലെറ്റ് ഹിം ഹാവ് ഹിസ് ഓൺ ടൈം. ഇത്രയൊക്കെ അവൻ ചെയ്തല്ലോ, അവൻ ഇത്രയൊക്കെ കംഫർട്ടിൽ ഇപ്പോൾ ട്രിം ചെയ്യുന്നു, അവൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നു, ഈവൻ ബിയേഡ്സ് വരെ ചെറുതായി വന്നിരിക്കുന്ന ബിയേഡ്സ് വരെ നമ്മൾ ട്രിം ചെയ്യുന്നു. ഇതിനൊക്കെ അവൻ നിന്ന് തരുമ്പോൾ അത്രയ്ക്കും കൂടെ ഇനി അവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. അവർ കാണിച്ചെന്ന പോലെ ഏകദേശം മോഡൽ കാണിച്ചപ്പോൾ ഞാൻ വെട്ടിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. കുറച്ച് ട്രിമ്മായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം സ്കൂളിൽ പോകണമല്ലേ, അപ്പോൾ പിന്നെ ഭയങ്കര ഓർ സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈൽ എങ്ങനെയാവും എനിക്കറിയില്ല. ഒരുപാട് പേരെ ബുള്ളറ്റ് സ്റ്റൈലിൽ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല സ്കൂളിൽ. പിന്നെ ആദ്യമായിട്ട് +1 പോവല്ലേ, പിന്നീട് ആവാലോ എന്ന് വിചാരിച്ചു. തൽക്കാലം ഇങ്ങനെയാണ് കട്ടിരിക്കുന്നത്. നന്നായോന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം പറയും. ഫുഡ് കോർട്ടിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. കാരണം ദർശൻ നല്ല ഗുഡ് ബിഹേവിയർ ആയിട്ട് ചെയ്തല്ലോ. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കണം. അപ്പോൾ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്മുടെ ബഡ്ജറ്റിനുള്ളിലുള്ളത് മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അവൻ ഓപ്റ്റ് ചെയ്തേക്കുന്നത് കേളി പൊട്ടാറ്റോസ് ആണ്. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്യിപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിലും കൂടെയാണ്. ലാസ്റ്റ് ഞാൻ ഇവൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, പോയി പറയൂ നിനക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ ചോദിക്കട്ടെ, എന്നിട്ട് അപ്പോൾ അതിന് ആൻസർ കൊടുത്ത് അവൻ പഠിക്കട്ടെ. അവൻ എത്രയും പെട്ടെന്ന് അവൻ ഇൻഡിപെൻഡൻ്റ് ആക്കി കൊണ്ടുവരണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ പാഴാക്കാറില്ല. അവനെ കൊണ്ട് തന്നെ പരമാവധി എല്ലാ കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റീവ്സ് എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ നീഡ്സ് അല്ലാത്തൊരു പാരൻറ്റിന് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത്ര നിസ്സാരമായ കാര്യമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അറിയുന്നവർക്കറിയാം അതൊക്കെ ഓരോ മൈൽ സ്റ്റോൺസും നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ അവൻ സ്വയം പോയിട്ടൊരു കാര്യം ഓർഡർ ചെയ്യുന്നതായിക്കോട്ടെ, അവൻ ഹെയർ കട്ടിനിരിക്കുന്നതായിക്കോട്ടെ, ഹെയർ വാഷിനിരിക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം ബാക്കിയുള്ള സാധാരണ കുട്ടികളെ സംബന്ധിച്ച് വളരെ 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 ചെറിയ ഈസിയസ്റ്റ് ടാസ്ക് ആയിരിക്കും. അതൊന്നും ഒരു ടാസ്ക് എന്ന് പോലും അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള സ്പെഷ്യൽ നീഡ് പാരൻസ് ഈ കുട്ടികളെ എത്രമാത്രം ട്രെയിൻ ചെയ്തിട്ടാണ് ഇതിലോട്ടൊക്കെ എത്തിക്കുന്നത് എന്നുള്ളൊരു ഫാക്റ്റാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കും. അവർക്കും ഇൻക്ലൂസീവ് ഒരു വേൾഡ് ഉണ്ടാവും എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്.